നമ്മളൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാം നേടിയെടുക്കുന്നത്. എന്നാൽ ചില ദുർലഭ നിമിഷങ്ങളിൽ ചില കാരണങ്ങൾ നമ്മളുടെ സമാധാനത്തിനൊക്കെ ഇല്ലാതാക്കാറുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ അപഹരിക്കാറുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നിഗ്രഹിക്കാറുണ്ട്. ചില കാരണങ്ങൾ പെട്ടെന്ന് ഓരോ കാരണങ്ങളുണ്ടാവും. കാരണങ്ങൾ നമ്മളുടെ സമ്പത്തുകളൊക്കെ അപഹരിക്കും. ചില സമയത്ത് ചിലപ്പോൾ ജീവിതത്തിനെ തന്നെ അപഹരിക്കും. ജീവിക്കണ്ടെന്ന് പോലും തോന്നും ചില സമയത്ത്. എല്ലാം ഉണ്ടെങ്കിലും ചിലതൊന്നും ഇല്ലാതെയാവുമ്പോൾ നമുക്ക് ജീവിക്കണ്ടെന്നൊക്കെ തോന്നും. അപ്പോൾ നോക്കൂ, നമ്മളുടെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ എപ്പോഴും നമ്മൾ അനുസരിക്കണം. ഇപ്പോൾ നമ്മുടെ ജാതകമൊക്കെ നോക്കിയാൽ ആ പണ്ഡിതന്മാർ നമ്മളോട് എന്താ പറയുക? ചില കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കൂ, അപ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാവുന്നു. തറവാട്ടിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരെ നോക്കൂ. തറവാട്ടിൽ ഗുരുകാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നേരെ നോക്കൂ. പിതൃകർമ്മങ്ങളൊന്നും ചെയ്യണില്ലെങ്കിൽ അതൊക്കെ നേരെ ചെയ്യൂ. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അപ്പോൾ നോക്കൂ, നമ്മളാ നിയമങ്ങളൊക്കെ അനുസരിച്ചാലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ കുടുംബത്തിലൊരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിന് സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ തയ്യാറാവണില്ലെങ്കിൽ അതിൻ്റെ ദുരിതം നമുക്കുണ്ടാവും. വീട്ടിലെ കാര്യം വീട്ടുകാർ നോക്കണം, അത് നാട്ടുകാർ നോക്കിയിട്ട് കാര്യമില്ല. നാട്ടിലെ കാര്യം നാട്ടുകാർ നോക്കണം, പക്ഷേ വീട്ടിലെ കാര്യം വീട്ടുകാർ നോക്കണം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ നമ്മൾ നോക്കണില്ലെങ്കിൽ, നമ്മുടെ അടുക്കള നമ്മൾ വേണ്ടതുപോലെ വൃത്തിയാക്കണില്ലെങ്കിൽ ആ അടുക്കളയിൽ ദുർഗന്ധം ഉണ്ടാവും. ആ അടുക്കള നമ്മൾ വേണ്ടതുപോലെ വൃത്തിയാക്കി കൊണ്ട് നടക്കുകയാണെങ്കിൽ അവിടെ സുഗന്ധം ഉണ്ടാവും. നമ്മുടെ അടുക്കള ആരാ വൃത്തിയാക്കാൻ? നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന കിണ്ണം ആര് കഴുകി വെക്കണം? നമ്മൾ തന്നെ കഴുകി വെക്കണം. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ആര് കഴുകി കമത്തി വെക്കണം? നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ നമ്മളുടേതായ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ വേണ്ടതുപോലെ അനുഷ്ഠിക്കണം. അതാ പ്രധാനം. അതിൽ പ്രധാനമാണ് പൂർവിക സ്മരണം. നമ്മുടെ പൂർവിക സ്മരണം അതാണ് പ്രധാനം. രണ്ടാമത് നമ്മുടെ ഗുരുകാരണവന്മാരെയൊക്കെ അനുസരിച്ച് ജീവിക്കുക. നമുക്ക് നല്ലതൊക്കെ പറഞ്ഞു തന്ന് നല്ല മാർഗങ്ങളൊക്കെ കാണിച്ച് നല്ല കർമ്മങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരെ നമ്മളെപ്പോഴും അനുസരിച്ച് ആദരിച്ച് ജീവിക്കുക. അനുസരിച്ച് ആദരിച്ച് ജീവിക്കുക. കാരണം മുതിർന്നവരെയൊക്കെ നമ്മൾ അനുസരിക്കണം. അറിവുള്ളവരെ നമ്മൾ അനുസരിക്കണം. അറിവുള്ളവരെ അനുസരിച്ച് അറിവ് നേടണം. എന്നിട്ട് ആദരവോടുകൂടി സൽക്കർമ്മങ്ങളിൽ നമ്മൾ ജീവിക്കണം. അപ്പോഴേ നമുക്ക് ആ ഗുരുത്വം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വിദ്യാലയത്തിലേക്ക് പോയി പഠിക്കാൻ പോയി, അവിടെ അറിവുള്ളവരുണ്ടാവും. അവരുടെ മുന്നിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കും. എന്നിട്ട് അവർ പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ പരീക്ഷയിൽ പാസ്സാവും. എന്നിട്ടാണ് നമ്മൾക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, അറിവുള്ളവരെ അനുസരിച്ച് ആദരിച്ച് നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, നല്ല പദവികളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരു കാരണവന്മാരെയൊക്കെ നമ്മളെപ്പോഴും അനുസരിച്ച് ആദരിച്ച് ജീവിക്കണം. ഒരിക്കലും നമ്മൾ അനാദരവ് കാണിക്കരുത്. അറിവുള്ളവർ നമ്മൾ അനുസരിക്കണം. അറിവുള്ളവരോട് നമ്മൾ അനാദരവ് കാണിച്ചാൽ നമുക്ക് ഗുരുത്വം ഉണ്ടാവില്ല.